നമസ്കാരം. അന്നപൂർണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ പ്രദോഷമാണ്. ശിവപാർവതി പ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ് ത്രയോദശി തിഥിയിലെ പ്രദോഷസന്ധിയിൽ നടത്തുന്ന ശിവഭജനം. ഈ ദിവസം വ്രതമെടുത്ത് ഉമാമഹേശ്വര ഭജനം നടത്തുന്നത് അഭീഷ്ട സിദ്ധിക്ക് അതിവിശേഷമാണ്. പുലർച്ചെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുക, കൂവള പ്രദർശനം നടത്തുക, ഇവയൊക്കെ ചെയ്ത് വ്രതം തുടങ്ങാം. ശിവപുരാണം, ക്ഷേത്രവാസം, നാമജപം എന്നിവ ഉത്തമമാണ്. കൃഷ്ണപക്ഷവും ശനിയാഴ്ചയും കൂടി വരുന്ന പ്രദോഷം ഏറെ പുണ്യദായകമാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ മഹത്വമേറിയതാണ് തിങ്കളാഴ്ച വരുന്ന സോമപ്രദോഷം. 2025 നവംബർ 3, 1201 തുലാം 17 തിങ്കൾ പ്രദോഷമാണ്. തുലാമാസത്തിലെ ശുക്ലപക്ഷ പ്രദോഷമാണിത്. സകല ദേവതകളുടെയും സാന്നിധ്യം പ്രദോഷ പൂജ നടത്തുന്നിടത്ത് ഉണ്ടാകും എന്നാണ് വിശ്വാസം. അതിനാൽ ഈ നേരത്തെ ആരാധനയ്ക്ക് അതീവ പ്രാധാന്യമുണ്ട്. ദാരിദ്ര്യ, ദുഃഖശമനം, കീർത്തി, ശത്രുനാശം, സന്താനലബ്ധി, ആരോഗ്യശാന്തി, ആയുസ്, ക്ഷേമം, ഐശ്വര്യം എന്നിവ പ്രദാനം ചെയ്യുന്നവരാണ് ശിവപാർവതിമാർ. ഈ സമയത്ത് ഉമാമഹേശ്വരന്മാരെ പ്രീതിപ്പെടുത്തുന്നവർക്ക് സമ്പത്ത്, ഐശ്വര്യം, സന്താന സൗഖ്യം തുടങ്ങിയ എല്ലാ ഭൗതിക അഭിവൃദ്ധിയും ലഭിക്കും. ആദിത്യദശ അനുഭവിക്കുന്നവർ ഈ വ്രതമെടുക്കുന്നത് കൂടുതൽ ഐശ്വര്യപ്രദമായിരിക്കും എന്ന് പറയപ്പെടുന്നു. ജാതകത്തിൽ ഇഷ്ടദേവതയെ സൂചിപ്പിക്കുന്ന ഗ്രഹം ആദിത്യനായി വന്നാൽ അവർ പതിവായി പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് കൂടുതൽ ഗുണകരമായിരിക്കും. പ്രദോഷവ്രതം എടുക്കുന്നവർ തീർച്ചയായും ശിവ അഷ്ടോത്തര നാമം ജപിക്കുന്നത് നല്ലതാണ്. എല്ലാവർക്കും നാളത്തെ തിങ്കൾ പ്രദോഷം എടുക്കാനും അത് പൂർണ്ണമായി ഭഗവാനിൽ സമർപ്പിച്ച് അതിജീവിക്കാനും ഉപവാസം പൂർത്തീകരിക്കാനും എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.